നമ്മളിന്ന് പ്രധാനമായി ശ്രദ്ധിക്കാൻ പോണത് എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം, എനിക്കെൻ്റെ യേശുവിനെ ആരാധിക്കണം, എനിക്കെൻ്റെ യേശുവിനെ ഘോഷിക്കണം. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ സാത്താൻ വളരെ കൗശലപൂർവം കുരുക്കുകളിട്ട് ഇന്ന് ഒരു കാര്യം സാത്താൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണെന്നറിയോ? യേശുവിൽ നിന്നും അകറ്റിക്കളയുക, യേശുവിൽ നിന്ന് അകറ്റിക്കളയുക. അതുകൊണ്ട് യേശുവിനെക്കുറിച്ചും യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും നാം കുറച്ച് നേരം ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. മാമോദീസ മുങ്ങി ഒരു വിശ്വാസിയായി ഇരിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ ആരാധിച്ചിരിക്കുന്നത് ഒരു നിസ്സാര സംഗതിയല്ല. എന്നാൽ സാത്താൻ ഇന്ന് അത് അനേകം ദൈവമക്കളുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും ഒരു ജ്വലനം അനുഭവപ്പെടുന്നില്ല. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ യേശുവിൻ്റെ വചനം കേൾക്കാൻ പോയി, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ ഒരു മാഹാത്മ്യം ഇന്ന് പലർക്കും തോന്നുന്നില്ല എന്നുള്ളത് നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിനെ കർത്താവായി ആരാധിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് നല്ലതാണ്, അതെനിക്ക് വളരെ അനുഗ്രഹകരമാണ് എന്ന ബോധ്യം പലരുടെയും ഹൃദയത്തിലില്ല. പലരുടെ ഹൃദയത്തിൽ സാത്താൻ വെച്ചിരിക്കുന്ന നുണചിന്തയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പാപവും ഉപേക്ഷിച്ച് ക്ലിയറായി പരമപരിശുദ്ധനായി യേശുവിനെ ആരാധിച്ചാൽ കുരിശേ കിട്ടുള്ളൂ എന്നുള്ളത് പലരുടെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? നാട്ടുപ്രകാരമുള്ള ചൊല്ലല്ല നമ്മുടെ വേദവാക്യം. ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ. ആദ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നാൽ, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നൽകിയിരിക്കുന്നൊരു വാഗ്ദാനം ഏതാണ്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറും, ദൈവത്തിൻ്റെ പുത്രിമാരായി മാറുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുലിഖിതം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പനും മകനും. ദൈവം അപ്പൻ, അപ്പൻ നമ്മുടെ ദൈവം, നമ്മൾ അപ്പൻ്റെ മകൻ, അപ്പോൾ കുട്ടി ദൈവം. ഇത് സെമിനാരി വെച്ചെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ആൾ ദൈവമാണെന്ന് എനിക്ക് അന്ന് ബോധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെമിനാരി വെച്ച് എൻ്റെ പേര് മാറ്റി. പണ്ട് എൻ്റെ പേര് സേവ്യർ എന്ന മറ്റായിരുന്നു, അത് ഞാൻ വേഗം വലിച്ചെറിഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് സേവ്യർ ഖാൻ എന്നാക്കി മാറ്റി. ഖാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അഖില ലോക ചക്രവർത്തി എന്നാണ്. അതായത് എല്ലാ ചക്രവർത്തിമാരുടെയും അതാരാ ശരിക്കും? ദൈവമാണ്. ദൈവം നമ്മുടെ അപ്പൻ എങ്കിൽ നമ്മൾ ആരാന്ന് പറഞ്ഞേ? അപ്പോൾ അപ്പൻ വലിയ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണെങ്കിൽ മകൻ ആരായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പൻ രാജാവാണെങ്കിൽ മകൻ്റെ പേരെന്താ? രാജകുമാരൻ. അപ്പൻ ചക്രവർത്തിയാണെങ്കിൽ മകൻ്റെ പേരെന്താ? ചക്രവർത്തി കുമാരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഇതുപോലുള്ള ഒരു വലിയ ഔന്നത്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ദൈവപുത്രനായി ഇരിക്കണോണ്ട് വല്ല ഗുണമുണ്ടോ? എനിക്കിതിനെക്കുറിച്ച് ബോധ്യം. എൻ്റെ പേര് പോലും ഞാൻ മാറ്റി. എനിക്ക് എപ്പോഴും എൻ്റെ പേര് ഖാൻ എന്ന് കേൾക്കണം എനിക്കിഷ്ടം. കാരണം പേര് ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പല ആളുകളും ചിന്തിക്കുക, ഖാൻ എന്ന് പേരിട്ട് നടന്നിട്ടുള്ള കാര്യമുണ്ടോ? ശരിക്കും വല്ല ഗുണമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ദൈവപുത്രനായി ഇരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് അറിയാൻ പാടില്ലിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പാലക്കാട് ടൗൺ ഹാളിൽ ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. അപ്പോൾ അട്ടപ്പാടി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തു നിന്നാണ് പാലക്കാട് ടൗൺ ഹാളിലേക്ക് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ ചുളുചുളാന്ന് കാറ്റ്, എപ്പോഴും നൂല് പോലുള്ള മഴ, എപ്പോഴും തണുപ്പും കോടമഞ്ഞും. പ്രിയപ്പെട്ട പശ്ചിമഘട്ടം അവിടെയാണ്. അങ്ങനെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങി മണ്ണാർക്കാട് എത്തി. അങ്ങനെ മണ്ണാർക്കാട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊര പിടിച്ച്, കൊരയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, കൊരയെന്ന് പറഞ്ഞാൽ ഇവിടെ ചുമയെന്ന് പറഞ്ഞാൽ അവിടെ കൊര. അവിടുത്തെ ഭാഷയിൽ കൊരയാണ്.
ഹല്ലേലൂയ. എനിക്ക് പിടിച്ച് ചുമ പിടിച്ച് ഞാൻ ചുമ പിടിച്ച് പിന്നെ മൂക്കി കൂടെ ഒക്കെ സാധനം ചീരാപ്പ് എന്ന് പറയും, ഇവിടെ എന്താ പറയണത്, ആ മൂക്കി കൂടെ വെള്ളം ഒഴുകുക. അപ്പോൾ അങ്ങനെ ചീരാപ്പം പിടിച്ച് കുരയും പിടിച്ച് ഞാൻ അങ്ങനെ പാലക്കാട് ടൗൺ ഹാളിൽ ഇങ്ങനെ ഈ വസന്ത പിടിച്ച കോഴി ഇരിക്കുന്ന മാതിരി ഇങ്ങനെ മിണ്ടാത്ത ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ സൈമൺ ബ്രദർ എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. ആ ബ്രദർ ചോദിച്ചു, വട്ടാലച്ചൻ എന്തെങ്ങനെ ക്ഷീണിച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണം, അട്ടപ്പാടി എന്നാണ് പറയണത്, ഈ കോടമഞ്ഞും കൊടുന്നണും ഈ കാറ്റും തണുപ്പ് അടിച്ച് തൊണ്ടയും പോയി സ്വരവും പോയി ആരോഗ്യം പോയി ക്ഷീണിച്ചതായി ഇരിക്കുക എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ സൈമൺ ബ്രദർ ചോദിക്കുക, അതിന് അച്ഛൻ എന്ന് വെച്ചാൽ കാറ്റടിക്കണേ? ഞാൻ പറഞ്ഞു മയിൽവാഹനം ബസ്സിലാണ് പറയണത്, ഈ കാറ്റും തണുപ്പെല്ലാം അടിച്ചു വരിക. അവിടെ ചോദിച്ചു, അച്ഛനെന്നാ ബസ്സിൽ വരണം, അച്ഛനെ കാറിൽ വന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കളിയാക്കുന്നതിൻ്റെ പരിധിയുണ്ട്, ബസ്സിൽ വരാൻ തന്നെ വണ്ടിക്കൂലി ചെയ്താതിരിക്കുകയാണ്, ഒരു ഓഫീസ് പോലും ഇല്ലാതെ പള്ളിയൊന്നും മറക്കരുത്, അതുകൊണ്ട് ഞാനങ്ങനെ കാറ് വാങ്ങും. ഉടനെ സൈമൺ ബ്രദർ ചോദിക്കും, അച്ഛൻ എന്താ വെച്ചാൽ കാറ് വാങ്ങാൻ അച്ഛനെ വിഷമിക്കുന്നത്? അച്ഛൻ ദൈവത്തിൻ്റെ മകൻ, ദൈവം അച്ഛൻ്റെ അപ്പൻ, അച്ഛനുള്ള കാറും വണ്ടി എല്ലാ സംഗതിയും നേരത്തെ തന്നെ അച്ഛന് വേണ്ടി അവിടെയുണ്ട്, അച്ഛൻ നേരെ പോയി ഇങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ മാമൂസം മുങ്ങിയിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മാമൂസയുടെ വിലയൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മാമൂസം മുങ്ങിയിട്ടാണ് ഞാൻ ശരിക്കും അച്ഛനായെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അച്ഛൻ ഒന്നും പേടിക്കണ്ട, നേരെ പോയി ഇന്ന് തന്നെ പറയുക, പിതാവേ ഒരു കാർ, ഇത്രയും പറഞ്ഞാൽ മതി, കാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രത്യേകം പറഞ്ഞു, കാർ പറയുമ്പോൾ ഏത് വേണം, ടയോട്ട വേണോ, ജപ്പാനിൽ വേണോ, അമേരിക്കയിൽ വേണോ, ഇന്ത്യയിൽ മതി, മാരുതി വേണോ, 800 വേണോ, ഓമിനി ബ്രെഡ് പോലുള്ളത് വേണോ, എന്താ വെച്ചാൽ അത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൈമ തമാശക്കൊരു പരിധിയുണ്ട്. അപ്പോൾ സൈമൻ പറഞ്ഞു, അച്ഛന് സംശയമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ഇപ്പോൾ പറയാം, ഞാൻ മാമോസ് മുങ്ങിയ ആളാണ്, ഞാൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ 2 പറയാൻ പറഞ്ഞു. അപ്പോൾ സൈമൺ വേഗം എൻ്റെ കൂടെ നിന്നു. കർത്താവേ, അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു, അച്ഛന് പാവം, അച്ഛന് കാറില്ല, ഒരു കാറ് കൊടുക്കൂ, അവിടെയുള്ള കാർ ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഇനി കാറ് തരികയാണെങ്കിൽ അംബാസഡർ മതി എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ഡിക്കിയിൽ ബോക്സ് ആംപ്ലിഫയറൊക്കെ വെച്ച് കൊണ്ടാകും ധ്യാനത്തിന് പോകുമ്പോഴേ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാൻഡ് വേണ്ട, സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. സഹോദരന്മാരെ, ദൈവത്തോട് പറയുമ്പോൾ വെറുതെ നീ പിച്ചക്കാരോട് പറഞ്ഞ പോലെ പറയരുത്. ദൈവത്തിനോട് ദാരിദ്ര്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പുതിയത് പറഞ്ഞു. ഞാനതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും മതി, ഒരു പഴയ അംബാസഡർ ആയാലും മതി എന്ന് പറഞ്ഞു. അട്ടപ്പാടിയല്ലേ, അത് മതിയാവും എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? സൈമൺ നേരെ പറഞ്ഞു, അന്ന് ഞാൻ പനി പിടിച്ച് ഈ പഴയ കണ്ടം വെച്ച മയിൽവാഹനത്തിൽ കാറ്റ് പിടിച്ച് വന്ന് തിരിച്ച് ഒരു അംബാസഡർ കാറിലാണ് അട്ടപ്പാടിക്ക് കയറിപ്പോയത്. ദൈവം അങ്ങോട്ട് പ്രവർത്തിച്ച്. ഒരു ചില്ലി പൈസയില്ല, വണ്ടിക്കൂലിക്കൽ പൈസ ഇല്ലാതെ വന്നതാണ്. ഞായറാഴ്ച രാവിലെ എത്തി, ഉച്ചയായപ്പോഴത്തേന് ഇത് അംബാസഡർ കാറ് മുമ്പിലെത്തി. താക്കോൽ എൻ്റെ കയ്യിൽ തന്നു. വേറെ ആരോടും പറഞ്ഞില്ല, ഫോൺ വിളിച്ച് ഒന്നും ചെയ്യും, ഞാൻ ആ മൂലയിൽ തന്നെ ഇരിപ്പായിരുന്നു യേശുവിനോട്. അതാണ് യോഹന്നാൻ 14:14. ഒരു വ്യക്തി മാമോദിസ മുങ്ങി ദൈവപുത്രനായി തീർന്നാൽ ആ വ്യക്തിക്ക് ദൈവപിതാവിൻ്റെ പക്കലേക്ക് നേരെ കയറി ചെല്ലാം. പിന്നെ അവിടെ ഇവിടെ ക്യൂ നിൽക്കണ്ട, അവരെ ഇവിടെ തട്ടിമുട്ടി നിൽക്കണ്ട, നേരെ ദൈവപിതാവിൻ്റെ പക്കലേക്ക് കയറി ചെല്ലാം. എന്നിട്ട് പിതാവിനോട്, പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു വീട്, അതും അല്ലെങ്കിൽ ആ കുട്ടിയെ, അത് മഹാമദ്യപാനിയാ, അതിനെ നേരെയാക്ക്. എന്താ വെച്ചെങ്കിൽ പറയുക, യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ദൈവപുത്രനായി തീരുന്ന വെറുതെയല്ല സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഴുവൻ സമ്പത്തിലും പിന്നെ നമ്മൾ അവകാശികളാണ്. പിന്നെ പിച്ചക്കാരെ പോലെ ചിന്തിക്കേണ്ട ഒരു ഇടവരുത്തില്ല ദൈവം. ദൈവം പിതാവായ ദൈവത്തിന് എവിടെയെല്ലാം അധികാരമുണ്ടോ അവിടെയെല്ലാം നമുക്കും അധികാരം ഉണ്ടാവും. പിതാവായ ദൈവത്തിന് എവിടെയെല്ലാം കടന്നു ചെല്ലാമോ അവിടെയെല്ലാം നമുക്കും കടന്നു ചെല്ലാൻ പറ്റും. പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം അവകാശികളാണ് പിന്നെ നമ്മൾ. ഇങ്ങനെ കൂനിക്കൂടി പഴങ്കഞ്ഞി വലിയ എന്ന് ഒരുപാട് ക്രിസ്ത്യാനികളെ കണ്ട പഴങ്കഞ്ഞിനേക്കാൾ ആറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ വിശ്വാസം, എന്താ ദൈവോത്തര സ്ഥാനം, എന്താ മാമോദിസ? യേശുവിനെ ഇനി മാമോദിസ മുങ്ങിയില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 3:26 പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷം 14:13 അവിടെ വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് പ്രവർത്തിക്കുക സംഭവിച്ചിരിക്കും. അപ്പോൾ വിശ്വാസം വഴി ദൈവപുത്രനായി തീരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് നാം യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. പിന്നെ പിച്ചക്കാരെ പോലെ നിൽക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയില്ലെങ്കിൽ പിച്ചക്കാരെ പോലെ കർത്താവേ പറ്റുമെങ്കിൽ ഒരു മുറിയാലും കുഴപ്പമില്ല, കുഞ്ഞു വീട്
അങ്ങനെ പറയരുത്. ആവശ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ജോലിയാണെങ്കിൽ ചെറുത്, ഒരു 1000 രൂപ ശമ്പളമുള്ളതായാലും കൂടെ ഒരു കുഞ്ഞു ജോലി, ആവശ്യമുള്ളത് പറയാം. കർത്താവ് ചെറുതാണെന്ന് ചിന്തിക്കരുത്, കർത്താവിനെ നാണം കെടുത്തരുത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ പുത്രനായി ദൈവത്തിൻ്റെ പുത്രനായി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എങ്ങനെയാണ്? അപ്പോൾ തന്നെ നമുക്ക് ചുറ്റും ഇതാ പരിശുദ്ധ മാതാവ്, യൗസേപ്പ് പിതാവ്, മാലാഖമാർ, മുഖ്യദൂതന്മാർ, ഇവരുടെ വലിയ അകമ്പടി. ഇപ്പോൾ നമ്മളൊരു പ്രധാനമന്ത്രി പ്രസിഡന്റ് പോവുകയാണെങ്കിൽ അവരുടെ മുമ്പിലും പുറകിൽ എസ്കോർട്ട് നിങ്ങൾ കാണുന്നില്ലേ? അല്ലേ? കമാൻഡോകൾ പോകണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കമാൻഡോകളെ പോലെ ഒരു ദൈവ പൈതൽ മൂവ് ചെയ്യുമ്പോൾ വലിയൊരു വ്യൂഹത്തോടു കൂടിയാണ് മൂവ് ചെയ്യണത്. വലിയൊരു വ്യൂഹം അവരുടെ ചുറ്റിലുമുണ്ട്. മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും വിശുദ്ധരുടെ സഹപൗരന്മാരായി നമ്മൾ മാറുകയാണ് ചെയ്യണത്. നമ്മൾ യേശുവിനെ സ്വീകരിച്ച് ദൈവപുത്രനായിത്തീരുന്നതോടെ വിശുദ്ധരുടെ സഹപൗരന്മാർ, നമ്മുടെ സഹപൗരന്മാരെന്ന് സെബസ്ത്യാനോസ് പുണ്യാളൻ, ഗീവർഗീസ് പുണ്യാളൻ, യൗസേപ്പ് പിതാവ്, ഏലിയ, ഏലീഷ ഒക്കെ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അവരുടെയൊക്കെ സഹപൗരന്മാരാണ്. ഇപ്പോൾ വേദിയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വലിയ വലിയ വിശിഷ്ടാദികൾ നിറഞ്ഞിരിക്കണ കണ്ടില്ലേ? അതേമാതിരി അവരുടെ സദസ്സിൽ നമുക്ക് പോയിരിക്കാം. നിങ്ങൾ ഇനി ഇങ്ങനെ തണുത്ത കഞ്ഞി പോലെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീഷ എന്ന് പറഞ്ഞൊരു ദൈവ പൈതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഉടനെ ഒരു അലർച്ച കേട്ടു. എന്താണ് അലർച്ച നോക്കിയപ്പോൾ ഏലീഷയുടെ കൂടെ ഇരുന്ന ഗേഹസിയാണ് അലറിക്കറിയണത്. അയ്യോ യജമാനനെ, യജമാനനെ നിലവിളിക്കുകയാണ്. ഉടനെ ഏലീഷ ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ വിഷയം? ഉടനെ ഈ ഗേഹസി ഭൃത്യം പറയാണ്, ഇതാ ശത്രു സൈന്യം മല ചുറ്റിനും വളഞ്ഞു കഴിഞ്ഞു, നമ്മളെ പിടികൂടും. ആ ബിൻ ലാദൻ്റെ ചുറ്റിനും അമേരിക്കൻ സൈന്യം വളഞ്ഞ മാതിരി, കമാൻഡോകൾ വളഞ്ഞില്ലേ, അതേമാതിരി ഏലീഷായെ പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത രാജാവ് പട്ടാളത്തെ വിട്ട് രാത്രിക്ക് രാത്രി വളഞ്ഞ്. ഇനി രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. രാവിലെ പ്രവാചകൻ്റെ ഭൃത്തിന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പട്ടാളത്തിൻ്റെ ഭീകര രംഗങ്ങളാണ് കാണുന്നത്. അടുത്ത രാജ്യത്തെ പട്ടാളം. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല വിളിച്ച് പറയാനായിട്ട്. ഉടനെ ഈ പ്രവാചകൻ്റെ ഭൃത്തിൻ്റെ സർവ്വ സന്തോഷവും പോയി, ഭയചകിതനായി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, യജമാനെ, ഇതാ പട്ടാളം. ഉടനെ ഈ പട്ടാളത്തെ ഓർത്ത് ഏലീഷായ്ക്ക് ഒരു സങ്കടം തോന്നിയില്ല. പക്ഷേ ഈ ഭൃത്യൻ്റെ ഈ നിലവിളി കണ്ടിട്ട് ഒരു പ്രയാസം തോന്നി. ആ ഏലീഷ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, ദയവ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കൂ, ഒരു ദൈവപുത്രൻ്റെ സ്ഥിതി എന്താണെന്ന് കാണട്ടെ പറഞ്ഞു. ഉടനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ ഭൃത്യൻ്റെ കണ്ണങ്ങോട്ട് തുറന്നു. ഭൃത്യൻ്റെ കണ്ണ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? ഏലീഷായ്ക്ക് ചുറ്റും മല മുഴുവനും ആഗ്നേയ രഥങ്ങൾ കൊണ്ടും കുതിരകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ചുറ്റിനും അഗ്നി സദൃശരായ ദൂതന്മാർ നിൽക്കുകയാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ പേടി മാറി. അതുവരെ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സ്ഥിതി എന്നറിയോ? കാറ്റത്ത് ആലിൻ്റെ ഇല ഇളകണ മാതിരിയായിരുന്നു കാലിൻ്റെ സ്ഥിതി. ഇപ്പം അത് മാറി, കാലുറച്ച് നിൽക്കാൻ തുടങ്ങി. കാരണം എന്താ? വലിയ വലിയ യോദ്ധാക്കന്മാർ, വലിയ വലിയ ഭീകരന്മാരല്ല, വലിയ വലിയ മാലാഖമാർ ഇങ്ങനെ നിൽക്കുകയാണ്, വലിയൊരു കോട്ടയായിട്ട് ചുറ്റിനും. അത് ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭയചകിതരാകില്ല, വെപ്രാളപ്പെടില്ല. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നലെന്നറിയോ? നിങ്ങൾ ചുറ്റുമാണ് കാണണമെങ്കിൽ ഉടനെ നിങ്ങൾ ആ മാലാഖയുടെ മുമ്പിൽ കുമ്പിടും. പിന്നെ മാലാഖി തിരികെ എത്തിക്കലാവും പിന്നത്തെ പണി. പ്രിയ ദൈവവൈദ്യരെ, ദൈവമല്ലാത്ത ഒന്നിൻ്റെ മുമ്പിൽ നിങ്ങൾ പോയി നിൽക്കരുത്. അതിനേക്കാൾ വലുതാണ് ദൈവപുത്ര സ്ഥാനം. ദൈവപുത്രനെ യേശുവിനെ ആരാധിക്കുക. ആ യേശുവിനെ ആരാധിക്കുന്ന വഴിയാണ് ഈ മാലാഖയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇപ്പം യേശുവില്ല, മാലാഖ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്, അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആദ്യം നീ യേശുവിനെ അന്വേഷിക്കണം, ആദ്യം നീ ദൈവരാജ്യം അന്വേഷിക്കുക, ആദ്യം നീ യേശുവിനെ അന്വേഷിക്കുക. അപ്പോൾ ബാക്കി സർവ്വ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് നീ കണ്ടിരിക്കും. വീണ്ടും ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 37-38 തിരുലിഖിതങ്ങൾ. യേശു തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആത്മീയ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവിക ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ യേശു എപ്പോഴും പറയണത്, അല്ലെങ്കിൽ ദൈവവചനം എപ്പോഴും പറയണത്, യേശുവിലേക്ക് വരിക.
ദൈവപുത്രനിലേക്ക് വരിക, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഇതാണ് സർവ്വ അനുഗ്രഹങ്ങളുടെ തുടക്കം. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തത്, ഒരു വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടെ ആ വിശ്വാസിക്ക് സംഭവിക്കുന്ന വലിയൊരു മേന്മയുണ്ട്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്നവർ ഈ അടയാളം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യം വിവരിക്കുകയാണ്. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. രോഗത്തിൻ്റെ മേൽ അധികാരം അപ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽമായർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വൈദികരുടെ കയ്യിൽ മാത്രമേ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നത് ദൈവവചന പ്രകാരമുള്ള ചിന്തയല്ല. അങ്കമാലി കൺവെൻഷൻ നടക്കുകയാണ്. അങ്കമാലി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ട ഒരു ചേച്ചി വന്ന് പറഞ്ഞാൽ, ചേച്ചിയുടെ കുടുംബത്തിൽ കുട്ടികൾ, ആ ഒരു കുട്ടിക്ക് 8-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ മറ്റാണ് ഇന്ന് വരെ സ്ഫുടമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടി അങ്കമാലി കൺവെൻഷനിൽ. നമ്മുടെ ഇവിടെ ബ്രദർമാർ പ്രാർത്ഥിക്കുന്ന ബ്രദർമാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചേച്ചിയെ പറ്റി അന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ സ്ഥിതി ഇതാണെന്ന് പറഞ്ഞു. ആ ചേച്ചി വിശ്വാസിയുടെ പവർ അറിയാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചി പറഞ്ഞു, നാവ് കൊണ്ട് നീട്ടാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി നാവ് നീട്ടിക്കൊടുത്തു. വെഞ്ചിരിച്ച എണ്ണ ഒരു തുള്ളി ഒഴിച്ചിട്ട് ആ കുരിശ് ആ നാവേലേക്ക് വരച്ചിട്ട് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. ഒരു ബൈബിൾ വാക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറയുകയാണ്, കുട്ടി എഴുന്നേറ്റ് നിന്ന് സ്ഫുടമായി തെറ്റില്ലാതെ ഉറക്കെ അങ്ങോട്ട് വായിച്ച്. പ്രൈസ് ദി ലോർഡ്. 1 വർഷമായിട്ട് കുട്ടിക്കിപ്പോൾ ആരുടെ സഹായം ഇല്ലാതെ പള്ളിയിൽ ലേഖനം വായിക്കാം, ക്ലാസ്സിൽ നമ്പർ പറയാം, അവൻ്റെ സർവ്വ കാര്യങ്ങൾ പരീക്ഷകൾക്കെല്ലാം അവൻ ഒറ്റയ്ക്ക് പറയാനും എഴുതാനും അവൻ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. അതാണ് വിശുദ്ധ മർക്കോസ് 16-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിന് അവസാന ഭാഗം. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു മേന്മയെക്കുറിച്ച് വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു വ്യക്തി യേശുവിലേക്ക് വന്ന് യേശുവിനെ ആരാധിച്ചാൽ അപ്പോൾ തന്നെ ആ വ്യക്തിക്ക് നിത്യജീവൻ്റെ ഉടമയായി മാറും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുലിഖിതം. 1 യോഹന്നാൻ 5:12 വചനം പഠിപ്പിക്കുകയാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവൻ ഇല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മനസ്സിലാക്കാൻ സഹായിച്ചൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? അട്ടപ്പാടി ധ്യാനം നടക്കുകയാണ്. അപ്പോൾ 8 പേരെ കൊല ചെയ്ത ഒരു കൊലയാളി ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ്. എനിക്കറിയാൻ പാടുന്നു ഇയാളൊരു കൊലയാളിയാണെന്ന്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത് ഒരാൾ മാത്രം ഇങ്ങനെ കരിങ്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ്. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് മാറ്റം മതിയില്ല. സാധാരണ ചൊവ്വാഴ്ച കുമ്പസാരം കഴിഞ്ഞ മുഖമൊക്കെ ഒരു മനുഷ്യത്തോളം മുഖം, ഒരു ചിരിയും പതുക്കെ ഒരു മിണ്ടാട്ടം, ഒരു സ്നേഹം, ഒരു സൗഹൃദമൊക്കെ ആരംഭിക്കും. ഒരു സൗഹൃദവും ഇല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഇരിപ്പാണ്. ബുധനാഴ്ച ഞാനിങ്ങോട്ട് വിളിച്ച് എന്തിനാ വന്നിരിക്കണമെന്ന് ചോദിച്ചു. ധ്യാനിക്കാനാണെങ്കിൽ നന്നായി ധ്യാനിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ദേഷ്യം, ഇപ്പം ദേഷ്യം കുറഞ്ഞോന്നറിയാൻ പാടില്ല. പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. ദൈവപുത്രനെ മാറ്റുമെന്ന് എനിക്കറിയാം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഉടനെ അയാൾ പറഞ്ഞു, അച്ഛൻ ഞാൻ ആരാന്ന് അച്ഛൻ അറിയാമോ? 8 പേരെ കൊല ചെയ്ത കൊലയാളിയാന്ന് പറഞ്ഞു. ആ കൊല ചെയ്ത കത്തി എൻ്റെ ബാഗ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ നീ ഇന്ന് കത്തിയായിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചു. ഇവിടെ വാഴക്കേരിയുള്ള കത്തി ഇഷ്ടംപോലെ ഇവിടെയുണ്ട്, നീ കത്തി പിന്നെ ഇങ്ങോട്ട് പറഞ്ഞതിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ കത്തി ഇവിടെ ഉപേക്ഷിക്കാൻ വേണ്ടി കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ദയവ് ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെയ്യരുത്, ഇവിടെ കത്തി ആവശ്യമില്ലെന്ന് പറഞ്ഞു. ദയവ് ഇത് നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നോളാം പറഞ്ഞു. ഞാനത് മേടിച്ചില്ല. അപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ 8-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയതാണ്. അപ്പൻ നേരത്തെ മരിച്ചു. അമ്മയുടെ സർവ്വ കഴിവ് ഉപയോഗിച്ച് 8-ാമത്തെ വയസ്സ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. തെരുവിലേക്ക് ഇറങ്ങി. അവൻ 10-12 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള കൂലിക്ക് ആളുകളെ കൊല്ലുന്ന ആ ടീമിലായി. അവൻ നല്ല എക്സ്പെർട്ടായി അതിനകത്ത്. 8 പേരെ, 24 വയസ്സെന്ന് തോന്നുന്നു, കല്യാണം കഴിച്ചില്ല, അത്രേ പ്രായമുള്ളൂ. അങ്ങനെ 8 പേരെ കൊല ചെയ്ത് പലരെയും കുത്തി മുറിവേൽപ്പിച്ച് ആർക്ക് എന്ത് വന്നാലും അവന് വേദനയില്ല. അവൻ്റെ ഹൃദയം കല്ലുപോലെയായി. അവൻ ധ്യാനത്തിന് വന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ അനക്കയില്ല, അവനിങ്ങനെ ഇരിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്കൊന്നിനും ഒരു അനുഭവം തോന്നുന്നില്ല, കുർബാനയോ കുമ്പസാരോ പ്രാർത്ഥനയോ എനിക്കൊന്നും തോന്നണില്ല അച്ഛാ. ഇതാണ് അവൻ്റെ വിഷമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനോട് ഞാൻ പിന്നെ എന്ത് പറയും? ഞാൻ പറഞ്ഞു, മോനെ ദൈവാനുഭവം ദൈവം തരണം, ഇല്ലെങ്കിൽ ദൈവാനുഭവം അങ്ങനെ കിട്ടും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ കുരിശുരൂപത്തെ നോക്കണം. ആ
ആ കുരിശുരൂപത്തെ നോക്കിയിട്ട് നീ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നീ യേശുവേ എന്നെ രക്ഷിക്കണേ, യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറയുക. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ നീ യേശുവേ എന്നെങ്കിലും വിളിക്കുക. നീ അങ്ങനെ ആദ്യം വിളിക്കുമ്പോൾ അനുഭവം ഉണ്ടായില്ല, കുറേ അങ്ങോട്ട് വിളിക്ക്. ആയിരക്കണക്കിന് തവണ അങ്ങോട്ട് വിളിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും. യേശുവിനെ വിളിക്കുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ ആത്മാവ് വരും, നിന്നെ സഹായിക്കും, നിന്നെ ദൈവം സഹായിക്കും. അവനോട് അങ്ങനെ പറഞ്ഞു വിട്ട് അവനത് ആത്മാർത്ഥത ചെയ്ത് ഈ ക്രൂശിതരൂപത്തെ നോക്കിയിട്ട് യേശു ആദ്യമൊന്നും അനുഭവം ഉണ്ടായില്ല. പക്ഷേ അവൻ പറയും രാത്രി ആയപ്പം ആരാധനയുടെ സമയമൊക്കെ ആയപ്പോഴേക്കും ഹൃദയത്തിൽ അനുതാപം കിട്ടി. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. യേശുവിനെ നോക്കുമ്പോൾ വാവിട്ട് കരയും. അവൻ അതുവരെ പാപം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവനില്ല, അവന് പാപം ഇല്ല, അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. അവൻ പറയുന്നത് മനുഷ്യൻ ഓരോന്ന് ചെയ്യുന്നത് പാപം എന്ന് ആര് പറഞ്ഞ്? അവനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. യേശു വരാതെയും യേശുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ ഒരു വ്യക്തിക്ക് പാപത്തെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്ന് അവൻ അനുതാപം കൊണ്ട് കരഞ്ഞിട്ട് അവൻ പാപത്തെക്കുറിച്ച് അനുതാപപൂർണ്ണമായി ഹൃദയത്തോടെ പിറ്റേ ദിവസം ഓടി വന്ന് അദ്ദേഹം വലിയൊരു പുരുഷനൊന്നുമല്ല, പക്ഷേ യേശുവേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ സകല പാപങ്ങളുടെ വേരങ്ങോട്ട് പറഞ്ഞ് അനുതാപപൂരിതനായി അദ്ദേഹം പറഞ്ഞു, ഇനി എന്ത് ശിക്ഷയും എന്ത് വേദനയും എന്ത് സഹനം എടുക്കാൻ തയ്യാറാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതാണ് പുത്രനെ സ്വന്തമാക്കിയപ്പോൾ ജീവൻ സ്വന്തമായി. അപ്പോൾ അവന് എന്തിനും അവന് മടിയില്ലാതായി. വേദനയ്ക്ക് വേദനയോ ശിക്ഷയോ എന്തിനും മടിയില്ലാതായി. പുത്രനെ സ്വന്തമാക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്ത് കേട്ടാലും ഒരു ഫീലിംഗും ഇല്ലാത്തവനായി. ഇന്നൊന്നും കേൾക്കണ്ട, ക്രൂശരൂപം കണ്ടാൽ മതി, അവൻ്റെ ഹൃദയം സ്നേഹം കൊണ്ടും അനുതാപം കൊണ്ടും നിറയും. അതാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഏകസത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വചനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ. മകളെ, നിൻ്റെ ആത്മാവ് നിത്യജീവൻ്റെ അഭിഷേകത്തിലാണോ ഇരിക്കുന്നത്? നീ യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക ഒരു നിസ്സാര കാര്യമല്ല, ജീവിതത്തിലെ നിർണായക വിഷയമാണിത്. യോഹന്നാൻ 3:36 പഠിപ്പിക്കുകയാണ്, ദൈവപുത്രനെ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ട്, ദൈവപുത്രനെ അംഗീകരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിലിരിക്കുന്നു. സൽകൃത്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല മനുഷ്യനാകുന്നതിലല്ല നിത്യജീവൻ ഇരിക്കുന്നത്. നിത്യജീവൻ ഇരിക്കുന്നത് നന്മ പ്രവർത്തിക്കുന്നതിലല്ല ഇരിക്കുന്നത്. നിത്യജീവൻ ഇരിക്കുന്നത് ചാരിറ്റി ചെയ്യുന്നതിലല്ല ഇരിക്കുന്നത്. നിത്യജീവൻ ഇരിക്കുന്നത് നമ്മുടെ പുണ്യാഭ്യാസങ്ങളല്ല ഇരിക്കുന്നത്. നിത്യജീവൻ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ ഒരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ജനങ്ങൾ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഉടനെ യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നരുളി ചെയ്ത യേശു ഈ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിലേക്ക് തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, ഈശോയിലേക്ക് കൈകൾ ഉയർത്തുക, ഓരോ കുടുംബങ്ങളുടെ വേദനകൾ സമർപ്പിക്കുക. മനസ്സ് തുറക്കുന്ന സമയമാണിത്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ കുടുംബങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ കർത്താവേ. കണ്ണുനീരൊപ്പണമേ കർത്താവേ. തകർച്ചകൾ ഒപ്പണമേ കർത്താവേ. വേദനകൾ ഏറ്റെടുക്കണമേ കർത്താവേ. സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ കടബാധ്യതകൾ ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ വേദനകളും ഏറ്റെടുക്കണമേ.